കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ അധരം തുറന്ന് അവരെ പഠിപ്പിച്ചു തുടങ്ങി. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത്ത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. കാരണം ശരീരം മുഴുവൻ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ്. വലതുകരം നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. കാരണം ശരീരം മുഴുവൻ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുകയാണ്. ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവൾക്ക് ഉപേക്ഷാപത്രം കൊടുക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലമല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവൻ അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ഉള്ള പ്രബോധനങ്ങളിൽ ഒരു വലിയ വ്യത്യാസം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, പഴയ നിയമത്തിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നതിന് വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട്. യഥാർത്ഥ സത്യ ദൈവത്തെ വിട്ട് മറ്റു വിഗ്രഹങ്ങളെയും മറ്റ് പ്രപഞ്ചശക്തികളെയും ആരാധിക്കുന്നതിന് ശക്തമായ ശിക്ഷ ജനതകൾക്ക് നൽകപ്പെടുന്നുമുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈശോ പഠിപ്പിക്കുക, ആ പഴയ നിയമത്തിലെ ദൈവത്തോടുള്ള വിശ്വസ്ത പുലർത്തുന്നത് മാത്രമല്ല, അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളോടും പരിഗണന കാണിക്കണം, സ്നേഹം കാണിക്കണം, ഉപകാരങ്ങൾ ചെയ്യണം. ശത്രുക്കളെ പോലെ സ്നേഹിക്കാനായിട്ടും ഈശോ അത് തൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ പഴയ നിയമകാലത്ത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യേണ്ടതിൻ്റെയും പാവപ്പെട്ടവരെ പരിഗണിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം ഊന്നി പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾ അതിന് പലപ്പോഴും വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഈശോ അത് പ്രത്യേകമായിട്ട് എടുത്തു പറയുക. ഇനി പഴയ നിയമത്തില് പിതാവായ ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ബന്ധത്തെ ഉപമിക്കുന്നത് ദാമ്പത്യ ബന്ധത്തോടാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. ദൈവം ഒരു കണക്കിന് സ്വാർത്ഥമതിയാണ്. അത് പറഞ്ഞാൽ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്, എന്നെ വിട്ട് നിങ്ങൾ ഉപേക്ഷിക്കാൻ, വേറൊരു ദൈവങ്ങളെ ആരാധിക്കാൻ പാടില്ല. ദാമ്പത്യ ജീവിതത്തിലും ഇത് തന്നെയാണ്. ഞാനല്ലാതെ മറ്റൊരു ജീവിത പങ്കാളി നിങ്ങൾക്ക് ഉണ്ടാകരുത്. അതാണ് ഭാര്യ ഭർത്താവിൽ നിന്നും ഭർത്താവ് ഭാര്യയിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ജീവിത സാഹചര്യങ്ങൾ മാറിയാലും നമ്മളുടെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കണം. ഉടമ്പടിയും അതുപോലെ തന്നെ കോൺട്രാക്റ്റും തമ്മിലെ വ്യത്യാസമുണ്ട്. കവനന്റ് ആൻഡ് കോൺട്രാക്ട്. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു വീട് വാടകയ്ക്ക് എടുക്കുന്നു, ഞാൻ വാടക കൊടുക്കുന്നിടത്തോളം കാലം അവരെനിക്ക് വാടകയ്ക്ക് തരും, ഞാൻ വാടക കൊടുത്തില്ലെങ്കിൽ ഇറങ്ങിക്കോളാൻ പറയും. അത് കോൺട്രാക്റ്റാണ്. കാരണം വ്യവസ്ഥ അധിഷ്ഠിതമാണ്. എന്നാൽ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് വ്യവസ്ഥ ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് വിവാഹത്തിന്റെ വേളയിൽ ബൈബിളിൽ തൊട്ടുകൊണ്ട്, അതായത് ക്രിസ്തുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് സുവിശേഷത്തിൽ സ്പർശിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും എല്ലാം ഏകമനസ്സായി മരണം വരെ ജീവിച്ചുകൊള്ളാമെന്നാണ് വാഗ്ദാനം ചെയ്യുക. അപ്പൊ അതുകൊണ്ട് സാഹചര്യങ്ങളെല്ലാം അറിയാലും ഇതല്ലാതെ വേറൊരു ജീവിത പങ്കാളിയെ നിനക്ക് എടുക്കാൻ പാടില്ല. അപ്പൊ ഈശോ പറയുകയാണ്, പഴയ നിയമത്തില് നിങ്ങൾക്ക് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നീ വ്യഭിചാരം ചെയ്യരുത്. ഈ വ്യഭിചാരം ചെയ്യരുത് എന്നത് വ്യഭിചാരം എന്ന് പറയുന്നത് പ്രവൃത്തിയിലാണ്. എന്നാൽ അതിൻ്റെ ഉള്ളില് ഒരാള് ആസക്തിയോടുകൂടി മറ്റൊരാളെ ജീവിത പങ്കാളി അല്ലാത്ത ഒരാളെ നോക്കുമ്പോൾ, ഇത് മെയിൽ ഡോമിനന്റ് സൊസൈറ്റി ആയതുകൊണ്ടാണ് സ്ത്രീകൾ പുരുഷന്മാരെ പറ്റി പറയുക. എന്നാൽ അത് രണ്ടു കൂട്ടർക്കും ബാധകമാണ്. അപ്പൊ അതുകൊണ്ട് ഈശോ പറയുന്നു, ആസക്തിയോടുകൂടി ഒരു സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ പാപം ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ പാപം നമ്മുടെ കോടതിയിലൊക്കെ ചെല്ലുമ്പോൾ പ്രവൃത്തി അധിഷ്ഠിതമാണ്. കാരണം ഹൃദയത്തിലെ മനസ്സിൽ എന്താണ് ഇന്റൻഷൻ എന്നുള്ളത് അവർക്ക് പറയാൻ പറ്റത്തില്ല. അവർ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ദൈവം നമ്മളെ വിധിക്കുന്നത് നമ്മുടെ നിയോഗം എന്താണ്, നമ്മുടെ ആഗ്രഹം എന്താണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ നമ്മൾ വേണ്ട വിധത്തിൽ നേരത്തെ തന്നെ ഒരുക്കിയില്ല എങ്കിൽ, വേണ്ട വിധത്തിൽ അതിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ നമ്മൾ വലിയ തെറ്റുകളിലേക്ക് കൊലപാതകമോ വ്യഭിചാരമോ അതുപോലെയുള്ള ഗൗരവമായ പാപങ്ങളിൽ ചെന്നെത്തും. അതുകൊണ്ട് നമുക്കറിയാം, പണ്ടുകാലത്തൊക്കെ ടോൾസ്റ്റോയുടെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നതാണ്, പുട്ട് ഔട്ട് ദ ഫയർ ബിഫോർ ഇറ്റ് സ്പ്രെഡ്സ്. ഒരു തീ നാളെ ഉണ്ടായാൽ അന്നേരം അത് കെടുത്താൻ എളുപ്പമാണ്. പക്ഷെ അത് ആളി പടർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ കെടുത്താൻ പറ്റുകയില്ല. അത് നമ്മളെ കൊല്ലും. നമുക്ക് ഇതിനെ ചെറുപ്പത്തിലെ കൊല്ലാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്കൊരു സിക്നസ് വന്നാൽ തന്നെ ഏർലി സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ് ചെയ്താൽ അതിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. പക്ഷെ അത് വളർന്നു കഴിഞ്ഞാൽ
രോഗാണുക്കൾ കൂടുതലായി വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ കൊല്ലും. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ചില ആഗ്രഹങ്ങൾ, ചില തണുത്ത ദോഷങ്ങൾ, ചിലപ്പോൾ ചില നിരന്തരമായിട്ട് ഒരേ തരം സോഷ്യൽ മീഡിയ ദേശാഭിമാനി സ്ഥിരമായിരിക്കുന്ന ഒരാൾക്ക് മാർക്സിസ്റ്റ് ചിന്താഗതി മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരെ കുറിച്ചൊന്നും അറിയാൻ പാടില്ല. ചീത്ത കൂട്ടുകെട്ടുകാരുമായിട്ടാണ് എപ്പോഴും സംസർഗം വരിക. അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ വ്യഭിചാരശാലകളിൽ പോകാനോ അച്ഛന്മാർക്കും മെത്രാന്മാർക്കും സഭയ്ക്കും എതിരായിട്ട് പ്രവർത്തിക്കാനോ, കാരണം അവരുടെ മൈൻഡ് സെറ്റ് അനിലാവും. അപ്പൊ അതുകൊണ്ട് മുളയിലെ നമ്മൾ നുള്ളിക്കളഞ്ഞില്ല എങ്കിൽ അവിടെയാണ് നമുക്ക് പ്രശ്നം. അതുകൊണ്ടാണ് ഈശോ ഒരു ഉദാഹരണം പറയുകയാണ്. അത് ഹൈപ്പർബോളിക് ലാംഗ്വേജ് ആണ്. ഹൈപ്പർബോളിക് എന്ന് പറഞ്ഞാൽ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഷയിൽ പറയുകയാണ്, നിന്റെ വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് കളയുക. കാരണം ഒരു കണ്ണില്ലാതെ നീ ഇല്ലാതെ നിനക്ക് സ്വർഗത്തിൽ പോകുന്നതാണ് അതോടുകൂടി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത്. അപ്പൊ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ലിറ്ററൽ അർത്ഥത്തിൽ എടുക്കാനുള്ളതല്ല. പക്ഷെ നമുക്കറിയാം, നമ്മുടെ കണ്ണുകൾക്കും നമ്മുടെ കൈകൾക്കും എല്ലാം ഡോമിനന്റ് ആയിട്ടുള്ള ഒരു വശമുണ്ട്. അപ്പൊ ഭൂരിപക്ഷം ആളുകൾക്കും കണ്ണ് ഡോമിനന്റ് ആകുന്നത് അത് നമ്മുടെ വലത് കണ്ണാണ്, അല്ലെങ്കിൽ നമ്മളുടെ വലത് കരമാണ്. കാരണം നമ്മുടെ നല്ല പ്രവർത്തികൾ ചെയ്യുന്നതാണെങ്കിലും മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നതാണെങ്കിലും എല്ലാം വലത്തെ കൈകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈശോ പറയുക, നിന്റെ വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ വലത് കൈ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ കളയുക. കാരണം അതില്ലാതെ സ്വർഗത്തിൽ പോകുന്നതാണ് അതോടുകൂടി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഭേദം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകളും നിരന്തരം ഗോസിപ്പ് പറയുക, മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയുക, മറ്റുള്ളവരെ കുറിച്ച് എപ്പോഴും നുണ പറയുക, അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി തീരുക, അങ്ങനെ ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് സമയത്ത് നിയന്ത്രിക്കാനുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ബിയോണ്ട് കൺട്രോളായി പോകും. അത് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അപ്പൊ മറ്റുള്ളവരോട് വൈരാഗ്യം ഉണ്ടാകാം, ജീവിത പങ്കാളികളോടാകാം, മക്കളോടാകാം, സഹപ്രവർത്തകരോടാകാം, വിരോധമോ വിദ്വേഷമോ ഉണ്ടാകുമ്പോഴും നമുക്ക് കുറേയൊക്കെ ക്ഷമിക്കാൻ, കുറേയൊക്കെ സഹിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ആ ടോളറൻസ് ലെവൽ ഇല്ലാത്തതാണെന്ന് ദാമ്പത്യ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രതികാരം ചെയ്യാതെ നമ്മൾ ഈശോ കാണിച്ചതുപോലെ നമ്മൾ അവർക്ക് വേണ്ടി ക്ഷമിക്കുവാനും ചിലപ്പോഴൊക്കെ തോറ്റുകൊടുക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാനും നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മളുടെ ഹൃദയത്തിന്റെ പാപങ്ങൾ ഒഴിവായി കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ പാപങ്ങൾ, നമ്മുടെ നിയോഗങ്ങൾ നമ്മൾ നിയന്ത്രിക്കാൻ, അത് അതിനെ ഏത് സ്റ്റേജിൽ തന്നെ അതിനെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈശോ പിന്നെ വേറൊരു കാര്യം കൂടി പറയുകയാണ്. അതായത് പഴയ നിയമത്തില് ഒരു കൽപ്പന ഉണ്ടായിരുന്നു. അതായത് മോശ കൊടുത്തൊരു കൽപ്പനയാണ്, നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ ഒരു സ്ത്രീയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അവളെ വെറുതെ മൊഴി ചൊല്ലിയാൽ പോരാ. നമുക്കറിയാം, മുസ്ലിങ്ങൾക്കും അല്ലെങ്കിൽ യഹൂദന്മാർക്കും ഒക്കെ ഒരു പാരമ്പര്യമാണ് മൊഴി ചൊല്ലുക. അപ്പൊ അവൾ അങ്ങനെ വെറുതെ മൊഴി ചൊല്ലിയാൽ പോരാ, അതിന് ഒരു ഡോക്യുമെന്റ് കൊടുക്കണം. അതിന്റെ കാരണം മോശയുടെ കാലഘട്ടത്തിൽ മരുഭൂമിയിലൂടെ നടക്കുന്ന കാലഘട്ടത്തില് 40 വർഷത്തെ സമരസത്തിനിടയിൽ പല പുരുഷന്മാരും ഒരു കൊച്ചു കാര്യത്തിന് ഒരു ഭാര്യയായിട്ട് പണിയാൻ അങ്ങനെ പറയും, നിന്നെ ഞാൻ മൊഴി ചൊല്ലുക. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വേറെ ആൾക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല. അവളാകെ വളരെയേറെ ദാരിദ്ര്യത്തിലും വളരെ സഹനത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥ ഉണ്ടായതുകൊണ്ട് ഒരു വിട്ടുവീഴ്ച എന്ന നിലയ്ക്ക് മോശ പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഉപേക്ഷാ പത്രം എഴുതി കൊടുക്കണം. അപ്പോൾ ഡോക്യുമെന്റ് എന്താണ്? നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ വാട്ട് ഈസ് ദി ഡിഗ്രി ഓഫ് ഡിവോഴ്സ് ഫോർ എ ജൂയിഷ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിന്റെ ഡോക്യുമെന്റേഷൻ ഉണ്ട്. അപ്പൊ അതായത് പഴയ കാലത്ത് അങ്ങനെ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ ഈശോ പറയുകയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല. നിനക്ക് ഒരു ദിവസം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് നിന്റെ ഭാര്യയാകാം അല്ലെങ്കിൽ നിന്റെ ഭർത്താവാകാം, അവനെ അല്ലെങ്കിൽ ഇവളെ ഉപേക്ഷിക്കുക, കോടതി കൊണ്ട കേസ് കൊടുക്കുക, അത് കഴിഞ്ഞ് അവിടെ നിന്ന് വിവാഹമായി നേടുക, അത് കഴിഞ്ഞ് സഭയിൽ വന്ന് പറയുകയാണ് ഇത് ലോഫുൾ മാരേജ് അല്ലായിരുന്നു. സഭയ്ക്ക് ഒരിക്കലും ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താനുള്ള അധികാരമില്ല. പച്ചമാർക്ക് കല്യാണം കെട്ടിക്കാം, പക്ഷേ ആ കെട്ടിച്ച കല്യാണത്തെ അഴിച്ചുവിടാനുള്ള അധികാരമില്ല. പിന്നെ ചെയ്യുന്നതിന് അനൽമെന്റ് എന്ന് പറയും. അതായത് ഒരാൾ വേറൊരാളെ കബളിപ്പിച്ചു, അതായത് ഈ വേറൊരാളെ ഈ ജീവിത പങ്കാളിയല്ലാതെ അതിന് മുമ്പ് വേറൊരുത്തിയായിട്ട് കുറ്റികളി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെത്രമായിട്ടുണ്ടായിരുന്നു, അത് അറിവില്ലായിരുന്നു, അല്ലെങ്കിൽ ഇവർക്ക് അറിയാമായിരുന്നു അവർക്ക് മക്കളുണ്ടായിരുന്നു, ആ കാര്യം വെളിപ്പെടുത്താതെ വിവാഹം കഴിപ്പിച്ചു, അല്ലെങ്കിൽ മാനസിക രോഗിയായിരുന്നു, ആ കാര്യം വെളിപ്പെടുത്താതെ വിവാഹം കഴിച്ചു. ഒരിക്കലും ഇങ്ങനെയുള്ളവർക്ക് വിവാഹം കഴിക്കാൻ പാടില്ലെന്നല്ല, പക്ഷെ അത് അറിയിച്ചിരിക്കണം.
അപ്പൊ അങ്ങനെ ആണെങ്കിൽ അത് ഇൻവാലിഡ് മാരേജാണ്. അപ്പൊ അതൊഴികെ ബാക്കി ഉള്ള ഒരു കാര്യത്തിലും ഒരാളെയും ഉപേക്ഷിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ദാമ്പത്യ വിശ്വസ്തത പാലിക്കണം. ഇനി വിവാഹത്തിന് മുൻപ് കൂടി താമസം അല്ലെങ്കിൽ സിവിൽ മാരേജ് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരാളുമായിട്ട് ഒന്നിച്ച് താമസിക്കുക, ഇതെല്ലാം ഗൗരവമായ പാപമാണ്, ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിലെ സ്വതം മുഹറായിലെ പാപം എന്താണ്? ലോകത്തിന്റെ അടുക്കല് വിരുന്നുകാരായിട്ട് ചെല്ലുന്നത് ദൈവദൂതന്മാരാണ്. പക്ഷെ അത് ആളുകൾക്ക് മനസ്സിലായില്ല. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പുരുഷന്മാർ, അത് ചെറുപ്പക്കാരും വൃദ്ധന്മാരും വരെ ആവശ്യപ്പെടുന്നത് ആ പുരുഷന്മാരുമായിട്ട്, അതിഥികളായി വന്ന പുരുഷന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നാണ്. ഇന്ന് സ്വയം സ്വവർഗരതി, ഇതെല്ലാം ഗൗരവമായ പാപങ്ങളായിട്ടാണ് ദൈവം അല്ലെങ്കിൽ സഭയും അതുപോലെ തന്നെ കാണുക. അതുകൊണ്ട് നമ്മൾ പാപത്തെ ഈ നയമ്പ് കാലങ്ങൾ നമ്മൾ പറയുക, പാപത്തെ നമ്മൾ ഗൗരവപൂർവ്വം കണക്കാക്കണം. ആ പാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെ നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ അതിന്റെ ആരംഭത്തിൽ തന്നെ ഒഴിവാക്കിയില്ല എങ്കിൽ അത് നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ. അത് പിന്നെ നമ്മളെ ഈ ലോകത്തിലെ നശിപ്പിക്കാനും വരാനിരിക്കുന്ന ലോകത്തിലെ നിത്യമായ നാശത്തിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് അനുതാപത്തിന്റെ ഈ കാലഘട്ടത്തിൽ കുമ്പസാരത്തിലൂടെയും നമ്മുടെ ജീവിത നവീകരണത്തിലൂടെയും നമ്മളെ തന്നെ വിശദീകരിച്ചുകൊണ്ട് കർത്താവിന്റെ ഉയർപ്പ് തിരുനാളിനായിട്ട് നമുക്ക് ഒരുങ്ങാം.